നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. എല്ലാവരും എഴുന്നേറ്റ് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി യൂണിറ്റ് സെക്രട്ടറി ശ്രീ സാജിദ് കെ എ ആദരവ് ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ശ്രീ കെ ടി ശശി, മറ്റു വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന വ്യക്തികളെ, ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് പറയുമ്പോൾ കമാൻഡർ കെ കുര്യാക്കോസിനെ കുറിച്ച് അനുസ്മരിക്കാതിരിക്കാൻ വയ്യ. കേച്ചാരുടെ സ്ഥാപക നേതാവ്, അതിലുപരി പെരുമ്പാവൂർക്കാരാണ്. എറണാകുളത്ത് ബ്രീസി ഹോട്ടൽ ഉടമയുമായിരുന്ന കമാൻഡർ കെ കുര്യാക്കോസിന് അനുസ്മരണ സമ്മേളനമാണ് നടക്കുന്നത്. അദ്ദേഹം സ്ഥാപക നേതാക്കളാണ്. അതുമാത്രമല്ല, കേച്ചാരുടെ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ചാരിറ്റി വേണം എന്ന അതിയായ നിർബന്ധമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനം നടക്കുമ്പോൾ നമുക്കൊരു ചാരിറ്റി നിർബന്ധമായി നമ്മൾ 14 വർഷമായിട്ട് ചെയ്തു പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് 500 വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും അതുപോലെ അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കുള്ള ധനസഹായവും നടക്കുന്നത്. വേദിക അധ്യക്ഷനും നമ്മുടെ യൂണിറ്റിന്റെ പ്രസിഡന്റുമായ ശ്രീ കെ ടി ശശിയെ ഹാർദവുമായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ പി ബാലകൃഷ്ണ പ്രദോഷമാണ്. അദ്ദേഹം പയ്യന്നൂരിൽ നിന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പരിപാടിക്ക് വേണ്ടി എത്തിയ ഒരാളാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഹാർദവുമായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പെരുമ്പാവൂർ നിയോജക മണ്ഡലം MLA ബഹുമാനായ ശ്രീ എൽദോസ് കുന്നപ്പള്ളി അവരാണ്. മണ്ഡലത്തിലെ ഓരോ തിരക്കുകൾക്കിടയിലും കേച്ചാറുടെ എല്ലാ പരിപാടികളും വളരെ അടുത്ത് നിൽക്കുന്നവർ. അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്തു. പെരുമ്പാവൂർ നഗരസഭ നഗരപിതാവ് ശ്രീ പോൾമാവിലെ അവர்களാണ്. കേരളയുടെ എല്ലാ പരിപാടികളും എന്തൊരാവശ്യം വന്നാലും അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടെ ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. അടുത്തായി നമ്മുടെ മുഖ്യാതിഥിയാണ്. മുഖ്യാതിഥി എന്ന് പറഞ്ഞാൽ കേശാരുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ്. അതിലുപരി നമ്മുടെ യൂണിറ്റിൽ നിന്നുള്ള ഒരാളുകൂടി ആയതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ എല്ലാ പരിപാടികളും ഈ പരിപാടി പ്രഖ്യാപിച്ച അന്ന് മുതൽ ഓരോ കാര്യങ്ങളും നമ്മുടെ രൂപത്തിൽ നിന്ന് ചേർന്ന് നിന്ന് എല്ലാ നിർദ്ദേശങ്ങളും നൽകി ഈ പരിപാടികളെ വിജയകരമാക്കാൻ വേണ്ടി കൂടുന്ന നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയങ്കരനായ കേച്ചാരുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജയപാൽ അവരുടെ വളരെ സന്തോഷത്തോടും ആദ്യമായി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ചും അവരെ ഈ പഠനോപകരണ വിതരണത്തിനും എത്തിയിട്ടുള്ള മാതാപിതാക്കളും കുട്ടികൾക്കും എല്ലാവർക്കും വേദിയിലും എല്ലാവരും ആരെങ്കിലും സ്വാഗതം ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും സ്വാഗതമായി കണക്കാക്കിക്കൊണ്ട് എല്ലാവരെയും ആർദ്രവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് യൂണിറ്റ് അധ്യക്ഷൻ ശ്രീ കെ ടി ശശി കഴിച്ചുകൊള്ളു. ഈ വേദിയിൽ പിന്നെ ശശി പറഞ്ഞപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങളുടെ സന്തോഷത്തോടൊപ്പം തന്നെ നിങ്ങൾക്കും മനസ്സറിഞ്ഞ് സന്തോഷിക്കാവുന്ന ഒരു കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, പല സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു ജാതിയുടെ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് അധികവും നമ്മുടെ നാട്ടിൽ കാണാറ്. എന്നാൽ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും എല്ലാം ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന
ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലല്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വേദിയിലേക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഈ വേദിയിൽ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികളുണ്ടാവും. അങ്ങനെ ഏറെ ബഹുമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റും, എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അർഹതയുള്ള കൈകളിലേക്ക് അവകാശങ്ങൾ എത്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ഈ സംഘടനയുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സമ്മാനങ്ങളും ഒരിക്കലും ആരുടെയും ഔദാര്യമല്ല, അത് നിങ്ങളുടെ അവകാശമാണെന്ന് തിരിച്ചറിയുന്ന ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ ഏറെ അഭിമാനബോധത്തോടുകൂടി നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന എളിയ സമ്മാനങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കാവുന്ന എല്ലാ നന്മകളും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. കമാൻഡർ കെ കുര്യാക്കോസ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി KHRയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ KP ബാലകൃഷ്ണ കൊടുവാൾ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ടു. ഈ വേദി കാണുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ കുര്യാക്കോസ് എന്താണ് വിഭാവനം ചെയ്തത് എന്നത് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു വേദിയാണ്. കാരണം അദ്ദേഹം സംഘടനയിലേക്ക് വന്നപ്പോഴും സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴും ഏറെ താല്പര്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള വേദികളെ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ സമൂഹത്തിന് എന്ത് അങ്ങോട്ട് കൊടുക്കും അതിൻ്റെ ഇരട്ടി തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് കിട്ടുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിവക്ഷ. സമൂഹത്തിന് നന്മ ചെയ്യുക, സമൂഹത്തെ പിന്നോക്കം തള്ളുന്നതിന് പകരം മുന്നോട്ട് വലിച്ചെടുക്കുക. ഏത് മേഖലയിലാണ് വളരെ ക്ഷീണം സംഭവിക്കുന്നത് ആ മേഖല ഉയർത്തെഴുപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുക, ഇതൊക്കെയായിരുന്നു കുര്യാക്കോസ് സാറിൻ്റെ ആഗ്രഹങ്ങൾ. അദ്ദേഹം പല പ്രാവശ്യവും പറയുകയുണ്ടായി, അദ്ദേഹം പല പ്രാവശ്യവും സംസാരിക്കുകയുണ്ടായി, പറയുകയുണ്ടായി, നമ്മുടെ സംഘടന വളർന്നതോടൊപ്പം തന്നെ സമൂഹത്തെ കൂടി വളർത്താൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ സമൂഹത്തിൽ വളരുന്നത് എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം വളരെ നല്ല കാര്യങ്ങൾ ചെയ്തു. പഠിക്കാനുള്ള സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുപോവുകയും അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പരിഹരിച്ചു കൊടുക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുമായിരുന്നു. അദ്ദേഹം അവശത അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വളരെയധികം മുൻകൈ എടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ കമാൻഡർ കുര്യാക്കോസിൻ്റെ മേഴ്സി ഹോട്ടൽ സ്വന്തമായി ഒരു ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങുകയും അതിൽ മുഖാന്തരം ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ ഈ വഴിയിൽ കാണുന്നത്. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞ് 16 വർഷമായി. 2009 കമാൻഡർ കുര്യാക്കോസ് നമ്മെ വിട്ടുപിരിഞ്ഞത്. ഏകദേശം ഇന്നേക്ക് 16 വർഷമായി കാണും. ഈ 16 വർഷവും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുന്നു. അദ്ദേഹം എന്നാണ് ഉദ്ദേശിച്ചത് അത് നടപ്പിൽ വരുത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കമാൻഡർ കുര്യാക്കോസ് 2002 കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ്റെ മെമ്പറാകുന്നത്. 2010 ആകുമ്പോഴേക്കും അദ്ദേഹം എറണാകുളം ജില്ലാ പ്രസിഡന്റായി, സംസ്ഥാന ഭാരവാഹിയുമായി. ഇതിനിടയ്ക്ക് അദ്ദേഹം അസോസിയേഷൻ സ്വന്തമായ ഒരു ആസ്ഥാനം എന്നൊരാശയം കൈവരിക്കുകയും അദ്ദേഹം ജയലക്ഷ്മിയായി സംസാരിച്ച് സംഘടനയ്ക്ക് ഒരു സൗധം തന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. സംഘടനയുടെ ഒരു പൈസ പോലും ചെലവാക്കാതെ സംഘടനയ്ക്ക് ഭീമമായ ഒരു വാടക കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിരുന്നു അദ്ദേഹം ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം, എറണാകുളത്ത് 9 ഏക്കർ സ്ഥലം അദ്ദേഹം മാടമ്പള്ളിയിൽ വാങ്ങിച്ചു. അതും സംഘടനയുടെ കാശൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ വ്യാപാര മാർഗത്തിൽ കൂടി അവലംബിച്ച് ലഭിച്ച സംഖ്യയായിരുന്നു അദ്ദേഹം ഈ മാടമ്പള്ളിയിലെ 9 ഏക്കർ സ്ഥലം വാങ്ങാൻ ഉപയോഗപ്പെടുത്തിയത്. അതിനു മുൻപ് തന്നെ
2.5 ഏക്കർ സ്ഥലം അദ്ദേഹം എറണാകുളത്ത് വാങ്ങിയിരുന്നു. അത് കോളേജ് നടത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കോളേജ് നടത്താൻ വേണ്ടിയാണ് ഈ വിശാലമായ സ്ഥലം ഒക്കെ വാങ്ങിയത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ സംഘടനയോടുള്ള താല്പര്യം മൂലമാണ് അദ്ദേഹം ചെയ്തത്. ആ വരുമാനത്തിൽ നിന്നും ഒരു നിശ്ചിത സംഖ്യ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകണമെന്ന് വളരെ താല്പര്യപൂർവ്വം വളരെ കർശനമായി അദ്ദേഹം തന്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ ഫലമാണ് ഇന്ന് ഈ തിങ്ങി നിറഞ്ഞ ആഹ്ലാദപരിതരമായ മുഖം. ഇനിയും ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുമ്പോഴും ഇനിയും ഇത്തരത്തിലുള്ള അദ്ദേഹം വിഭാവനം ചെയ്ത എല്ലാ കാര്യങ്ങളും നടപ്പിൽ വരുത്താൻ ഞങ്ങൾ ശ്രമിക്കുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ദീർഘമായൊന്നും സംസാരിക്കുന്നില്ല. കാരണം എനിക്ക് ശേഷം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിനോട് സംസാരിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ ചാൻസ് ഞാൻ നഷ്ടപ്പെടുന്നില്ല. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സാംസ്കാരിക രാഷ്ട്രീയ യുവകാര്യ രംഗങ്ങളിലെ പ്രതിഭകളെ ആദരിക്കുന്നതിന് വേണ്ടി ഏറ്റവും ആദരണീയ ബഹുമാന്യമായ MLA എൽദോസ് കുന്നപ്പള്ളി അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ KHRയുടെ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ KB ശശി, സ്നേഹാദരണീയനായ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പോൾ പാത്തിക്കൽ, ഈ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനായ ശ്രീ G ജയപാൽ, കമാൻഡർ K കുര്യാക്കോസ് അനുസ്മരണ പ്രഭാഷണം നടത്തിയ സ്നേഹവാത്സല്യ നിധിയായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ KP ബാലകൃഷ്ണ പൊതുവാൾ, ആദരണീയനായ മുൻ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് NC മോഹനൻ, വേദിയിലുള്ള മറ്റു ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കൊച്ചുകുട്ടികളെ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പെരുമ്പാവൂർ യൂണിറ്റ് എല്ലാ വർഷവും കമാൻഡർ K കുര്യാക്കോസ് അനുസ്മരണ സമ്മേളനവും കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും സുരക്ഷാനിധി വിതരണവും പ്രഗത്ഭരായ വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിക്കാറുണ്ട്. ഇന്ന് സമൂഹത്തിലെ 2 മേഖലകളിൽ പ്രധാനപ്പെട്ടവരായിട്ടുള്ള ആളുകളെ കൂടി ആദരിക്കുകയാണ്. പെരുമ്പാവൂരിലെ മുൻ മുനിസിപ്പൽ ചെയർമാനും ബിസിനസ് മേഖലയിലും രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ KMA സലാമിനെ ഇന്ന് ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും ചിരപരിചിതനായിട്ടുള്ള സ്നേഹനിധിയായ ശ്രീ PK സെയ്ദ് മുഹമ്മദ് ഇവിടെയുണ്ട്. അദ്ദേഹവും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും പെരുമ്പാവൂരിലെ ബിസിനസ് മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്.
ഈ രണ്ടു വ്യക്തികൾക്കും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ആദരവ് ഇവിടെ ഞാൻ അറിയിക്കുകയാണ്. കമാൻഡർ കെ കുര്യാക്കോസ് നമ്മുടെ നാട്ടുകാരനും ഈ അസോസിയേഷൻ്റെ മുൻ രക്ഷാധികാരിയും മുൻ സംസ്ഥാന പ്രസിഡന്റും ഒക്കെയായിരുന്നു. അദ്ദേഹം ഈ ലോകവാസം വെടിഞ്ഞ് നമ്മളിൽ നിന്ന് വേർപെട്ട് പോയിട്ട് 16 വർഷം തികയുകയാണ്. ഈ വർഷങ്ങളിലെല്ലാം ചാരിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് കമാൻഡർ കെ കുര്യാക്കോസ് ജീവിച്ചിരുന്നപ്പോൾ ഏത് പരിപാടി വെക്കുമ്പോഴും അദ്ദേഹം ആ കൂടെ കുറെ ചാരിറ്റി കൂടി വേണമെന്ന് നിർബന്ധം പിടിക്കും. തനിക്ക് ലഭ്യമാകുന്ന പണം, തൻ്റെ കേസിലുള്ള പണം, വ്യവസായത്തിൽ തനിക്ക് കിട്ടുന്ന പണം, ആ പണത്തിന് മറ്റൊരുപാട് പേർ കൂടി അവകാശികളുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി, ഇല്ലാത്തവന് വേണ്ടി കൊടുക്കേണ്ടതാണ് എന്ന ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചിന്തയാണ് നമ്മൾ ഇന്നത് ചെയ്യുകയും അദ്ദേഹത്തെ സ്മരിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ചില മാതൃകകൾ, ചില വ്യക്തികൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സ്വഭാവ സവിശേഷതകളുമൊക്കെ പിന്നീട് മരണശേഷം മറ്റുള്ളവർക്ക് മാതൃകയായി തെളിഞ്ഞു നിൽക്കുന്ന ദീപമാണ്. നമ്മളിവിടെ പലരും കൂടി ദീപം തെളിയിച്ചു. ആ ദീപം യഥാർത്ഥത്തിൽ തെളിയിച്ചിരിക്കുന്നത് കമാൻഡർ കെ കുര്യാക്കോസിന്റെ ഓർമ്മകൾക്ക് മുന്നിലെ ഒരു ദീപമാണ്. ആ ദീപത്തിലൂടെയാണ് അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുക. ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും ഒക്കെ പറഞ്ഞതുപോലെ കുട്ടികൾക്കുള്ള ഒരു സമ്മാനമാണ് ഇവിടെ നൽകുക. ഈ സമ്മാനം നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാലയ കാലഘട്ടത്തിൽ ഈ സന്ദർഭത്തിൽ നന്നായി പഠിക്കുവാനും വളരുവാനും ഈ സമൂഹത്തിൽ മാതൃകയായി തീരുവാനും വേണ്ടിയിട്ടുള്ള സമ്മാനമാണ് ഇവർ നൽകുക. ഈ സന്ദർഭത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനെ പ്രത്യേകിച്ച് അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. കൂടാതെ നമ്മൾ ഇന്ന് ആദരിക്കുന്ന 2 പ്രതിഭകൾക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ആദ്യമായി കേരളത്തിൻ്റെ ആദരവ് നൽകുന്നത് 2010-15 കാലഘട്ടത്തിൽ പെരുമ്പാവൂർ നഗരസഭയുടെ ചെയർമാനായിട്ടിരിക്കുകയും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിൽ നിറ സാന്നിധ്യമായി ഇപ്പോഴും തുടരുകയും ചെയ്യുന്ന, ഇപ്പോൾ ഭൂപട ബാങ്കിന്റെ പ്രസിഡന്റിന്റെ ചുമതല കൂടി വഹിക്കുന്ന ശ്രീ KMA സലാമിന് KMA സലാം ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ മുസ്തഫ സലാമും സഹോദരൻ KMA ലത്തീഫും ഇവിടെ എത്തിച്ചേർന്നത് രണ്ടുപേരെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി പെരുമ്പാവൂരിന്റെ ആദരവുകൾ ഏറ്റുവാങ്ങുന്നത് ശ്രീ PK സൈദ് മുഹമ്മദ്. അക്ബർ ബനാന എന്ന പേരിൽ കച്ചവട സ്ഥാപനം ആരംഭിക്കുകയും പെരുമ്പാവൂർ നിരവധി വ്യാപാര സമുച്ചയങ്ങളിലൂടെ വളർന്നു വരികയും തനിക്ക് വരുമാനങ്ങളുടെ സിംഹഭാഗവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയും KHRയുടെ അഭിമാന സുരക്ഷാ പദ്ധതിയായ KHR സുരക്ഷാ പദ്ധതിയുടെ 10 ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറുന്നതിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പെരുമ്പാവൂരിന്റെ ആരാധനായ നഗരസഭ ചെയർമാൻ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ പോൾ പാർട്ടിക്കലിനെ ആദരവിനോട് ക്ഷണിക്കുന്നു. പെരുമ്പാവൂരിനെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായതും ഏറ്റവും
ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പരിപാടിയിലാണ് നമ്മളിവിടെ കൂടുന്നത് എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനെ സംബന്ധിച്ച് അവരുടെ മേഖലയിൽ മാത്രമല്ല, പൊതുവെ ഈ നാടിന് ഈ പ്രദേശത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും ശക്തമായ ഇടപെടലുകൾ നടത്തുന്നതിന് ഈ സംഘടന പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഈ പരിപാടിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരുപക്ഷെ ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ നിൽക്കുകയും നമ്മളെല്ലാം സ്നേഹിക്കുന്ന, നമ്മുടെ ഏറ്റവും അടുത്ത് പെരുമാറുന്ന ആളുകൾ വിട്ടുപോകുമ്പോൾ അത് ചിലപ്പോൾ 1-2 വർഷങ്ങളെല്ലാം നമ്മൾ അത്ര അനുസ്മരണ പരിപാടികളുമെല്ലാം സംഘടിപ്പിക്കുമെങ്കിലും കാലങ്ങൾ കഴിയുന്തോറും അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പക്ഷേ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നിന്ന കമാൻഡർ കെ കുര്യാക്കോസ്, അദ്ദേഹത്തിന്റെ വേർപാട് ഇന്ന് 16 വർഷങ്ങൾ പിന്നിടുകയാണ്. 16 വർഷങ്ങൾക്ക് ശേഷവും ഒരു സംഘടന എന്നുള്ള നിലയിൽ അദ്ദേഹം നൽകിയ സേവനത്തെയും അദ്ദേഹത്തെയും ഓർക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഈ സംഘടനയോടൊപ്പം നിൽക്കുന്നവർ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നവർ, അവരെയെല്ലാം സംഘടന ഏതൊക്കെ രീതിയിലാണ് ഓർമ്മപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും ബഹുമാനപ്പെട്ട മുൻ നഗരസഭാ ചെയർമാൻ, നഗരസഭയില് നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയും ഇന്ന് നാം അനുഭവിക്കുന്ന പല വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട ശ്രീ സലാമത്ത്, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ശ്രീ സയ്യിദ് മുഹമ്മദ്, അദ്ദേഹത്തെ നമ്മൾ അക്ബർ ബനാന എന്നുള്ള രീതിയിലാണ് എപ്പോഴും അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്, പറയുന്നതല്ല. വളരെ ചെറിയ രീതിയിൽ തന്റെ ബിസിനസ് ആരംഭിക്കുകയും വളരെ എളിയ ജീവിതം നയിക്കുകയും എന്നാൽ അതിന്റെ അപ്പുറത്ത് നിന്ന് സാധാരണക്കാരെ ഒരുപാട് സഹായിക്കുന്ന ഒരു സന്മനസ് കാണിക്കുന്ന 2 വ്യക്തിത്വങ്ങളെയാണ്. അത്തരം വ്യക്തിത്വങ്ങളെ കണ്ടുപിടിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു മഹത്തരമായ ഒരു കാര്യമായി നമ്മൾ കണക്കാക്കുന്നു. അതുപോലെ തന്നെ എല്ലാ വർഷവും നമുക്കറിയാം സ്കൂൾ തുറക്കാറായ സമയമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിൽ ഈ അസോസിയേഷൻ നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട കരുതൽ, സ്കൂൾ പഠിക്കുമ്പോൾ നമുക്കറിയാം നിരവധി ആവശ്യങ്ങൾ ഓരോ കുടുംബത്തിനും വന്നു ചേരും. അതിന്റെ ഒരു ഭാഗം ഏറ്റെടുക്കുക എന്നുള്ള വലിയ കർത്തവ്യം നടത്തുന്ന ഈ അസോസിയേഷൻ എല്ലാവിധ ഭാഗങ്ങളും നേരുവാൻ വേണ്ടി ഈ സമയം വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ പല രീതിയിലുള്ള, ഇപ്പോൾ അറിയാം നമുക്ക് ചെറിയ ചികിത്സാ പദ്ധതി, അതുപോലെ തന്നെ പല രീതിയിലുള്ള ജനങ്ങൾക്ക് ആശ്വാസപരമായ പല പദ്ധതികളും അസോസിയേഷൻ നടത്തപ്പെടുന്നു. ഒരു കാര്യം കൂടെ മാത്രം പറയുവാൻ ഈ സമയം വിനിയോഗിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റും നഗരസഭയും എല്ലാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കരുതുന്ന ഒന്ന് നമ്മുടെ നാട്ടിലെ ശുചിത്വമാണ്. അത്തരം പദ്ധതികൾ ഈ നാട്ടിൽ നമ്മൾ നടത്തപ്പെടുമ്പോൾ നമ്മൾ നടത്തപ്പെടുന്ന ആലോചിക്കുമ്പോൾ തന്നെ അതിന്റെ മുൻനിരയിൽ നിന്ന് ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ ഈ സംഘടന കാണിക്കുന്ന, നമ്മുടെ നാടിനോട് കാണിക്കുന്ന ആ പ്രതിബദ്ധത്തെ കൂടി ഈ സമയത്ത് ഓർക്കുന്നതിനും അഭിനന്ദിക്കുന്നതിനും വേണ്ടി ഈ സമയം വിനിയോഗിക്കുകയാണ്. നമുക്ക് ഒരു പുതുമ എന്നോണം ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ കടകളുടെ ഫ്രണ്ടിൽ ഈ വേസ്റ്റിന്റെ ബിന്നുകളൊക്കെ സ്ഥാപിക്കുന്നു. അത്ര ഒരു ആലോചന നടന്നപ്പോൾ തന്നെ അത്തരം കാര്യത്തിന് ആദ്യമേ തന്നെ തീരുമാനമെടുക്കുകയും പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രദേശത്തെയും കടകളുടെ മുമ്പിൽ അത്തരം കാര്യങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ആ സാമൂഹ്യ പ്രതിബദ്ധതയും കൂടെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സംഘടനയാണ്. പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ 60ന്റെ നിറവിലാണ്. ഒരുപക്ഷെ അത് പറയാമോ എന്നറിയില്ല. കാഴ്ചയിൽ എന്തായാലും ഒരു 40 പിന്നിട്ടുള്ളൂ എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. അദ്ദേഹത്തിന് 60 വയസ്സുകൾ പിന്നിട്ടു. ഇതിന്റെ നേതൃത്വം അത്രമാത്രം കാലങ്ങളായി അദ്ദേഹം നേതൃത്വം നൽകുന്ന സംഘടനകൾ പുതിയ കാര്യങ്ങൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കുവാനും ഉള്ള കരുത്ത്
വീണ്ടും ആർജിക്കുന്നതിന് നമ്മുടെ എല്ലാം പിന്തുണ ഈ സംഘടനയ്ക്ക് ആവശ്യമാണ്. അത് നഗരസഭയുടെയും നമ്മുടെ എല്ലാം പിന്തുണയോടുകൂടി വരുന്ന കാലഘട്ടത്തിലും ഇത്തരം ജനങ്ങളെ ചേർത്ത് നിൽക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ സംഘടനയ്ക്ക് ഇനിയും വളരാൻ സാധിക്കട്ടെ. അത് നമ്മുടെ നാടിന് ആകമാനം പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് എന്നിൽ അർപ്പിതമായ കർത്തവ്യം ധനസഹായം വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ കർമ്മം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർന്നു. നന്ദി, നമസ്കാരം. KHRയുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള കുടുംബ സുരക്ഷാ പദ്ധതി നമ്മുടെ പെരുമ്പാവൂർ ഹോട്ടൽ സ്റ്റോറുകൾ അസോസിയേഷൻ യൂണിറ്റ് അംഗവും ലോക്കൽ പ്രദേശത്ത് ഹോട്ടൽ വ്യാപാരം ചെയ്തുവരികയും ചെയ്ത ശ്രീ രാധാകൃഷ്ണൻ നമ്മുടെ വിട്ടുവീഴ്ച KHRA സുരക്ഷാ പദ്ധതി അംഗമായിരുന്ന അദ്ദേഹത്തിന് KHRA പദ്ധതി പ്രകാരമുള്ള 10 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിന്റെ കുടുംബം അർഹരായി. അത് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നഗരസഭ ചെയർമാൻ ശ്രീ പോൾ പാത്തിനെ ക്ഷണിക്കുന്നു. ശ്രീമതി അജിത രാധാകൃഷ്ണൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി നമ്മുടെ പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനിയായ അഡ്വക്കേറ്റ് NC മോഹൻ സാറാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാ വർഷവും KHRAയുടെ പെരുമ്പാവൂർ യൂണിറ്റ് വളരെ മനോഹരമായി സംഘടിപ്പിച്ചു വരുന്ന പരിപാടിയാണ് കമാൻഡർ ശ്രീ കുര്യാക്കോസ് ചേട്ടൻ്റെ അനുസ്മരണവും പഠനോപകരണ വിതരണവും. കുര്യാക്കോസ് ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം സംഘടിപ്പിച്ച പഠനോപകരണ വിതരണത്തിൽ KHRAയുടെ വേദിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ വേർപാട് സംഭവിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനും KHRAയുടെ നേതാവുമായ ശ്രീ റജി എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഒരാൾ മരണപ്പെട്ടു പോയതിനു ശേഷം ഏറെ വർഷം കഴിഞ്ഞിട്ടുണ്ട്. അയാൾ നേതൃത്വം കൊടുത്ത് വളർത്തിയെടുത്ത മഹത്തരമായ ഒരു പ്രസ്ഥാനം എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് ചേർന്നു അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന സവിശേഷത ഞാൻ എപ്പോഴും ഈ ചടങ്ങിൽ ദർശിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഒരു പുസ്തകമുണ്ട്, Who will cry when you die? നിങ്ങൾ മരിച്ചാൽ ആര് കരയും എന്നാണ്. കുര്യാക്കോസ് ചേട്ടനെ ഓർക്കാൻ, കുര്യാക്കോസ് ചേട്ടന്റെ സേവന പ്രവർത്തനങ്ങളെ അനുസ്മരിക്കാൻ, കുര്യാക്കോസ് ചേട്ടൻ എന്ന പെരുമ്പാവൂരുകാരൻ സമർത്ഥമായി നേതൃത്വം കൊടുത്ത KHRA കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഒരുമിച്ചു ചേരുന്നു എന്നുള്ളതിൽ അദ്ദേഹത്തിന്റെ ജീവിതം എത്രയോ സാർത്ഥകമായിരുന്നു എന്നോ ബോധ്യപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഈ അനുസ്മരണ ചടങ്ങിൽ എല്ലാവരോടുമൊപ്പം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ്സു നമിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇന്നിവിടെ വേദിയിൽ ആദരിക്കപ്പെട്ട KHRA മുൻകൈയെടുത്ത് പ്രത്യേകമായി ക്ഷണിച്ചു വരുത്തി ആദരിച്ച 2 പ്രമുഖ വ്യക്തിത്വങ്ങൾ, 2 പേരും എനിക്ക് ഏറെ പ്രിയങ്കരായവരാണ്. ഒന്ന്
പെരുമ്പാവൂരിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായിരുന്ന, ഇപ്പോഴും നിറസാന്നിധ്യമായിട്ടുള്ള ശ്രീ KMA സലാമാണ് നഗരസഭയുടെ മുൻ ചെയർമാൻ. അദ്ദേഹത്തിന്റെ ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം എത്തിച്ചേരാത്തത്. അല്ലെങ്കിൽ ഇത്തരം ഒരു പൊതുവേദിയിൽ എപ്പോഴും സാന്നിധ്യമുണ്ടാകുന്ന ഒരാളാണ് ശ്രീ KMA സലാം. അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ, അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനങ്ങളെ ആദരപൂർവം അംഗീകരിക്കാൻ KHRA കാണിച്ച ഈ വിശാലമായ മനസ്സിന് KHRAയുടെ എല്ലാ പ്രവർത്തകരോടും സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ശ്രീ KMA സലാമിന് എല്ലാ വിധത്തിലുമുള്ള ആയുരാരോഗ്യ സൗഖ്യങ്ങളും ആശംസിക്കുന്നു. ഇന്നിവിടെ ആദരിക്കപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ ശ്രീ സേതുമുക്ക ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും സേതുമുക്ക എന്തൊരു മനുഷ്യനാണെന്ന്, ലാളിത്യം കൊണ്ട് നമ്മളെ ചുമ്മ അങ്ങോട്ട് കീഴടക്കി കളയുന്നു. സേതുമുക്ക എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ ഒരു ചെറിയ ബിസിനസ്സുകാരനല്ല, ഒരു വലിയ തിമിംഗലമാണോ എന്ന കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വലിയ തിമിംഗലം തന്റെ വരുമാനത്തിന്റെ ഒരു ഓഹരി നമ്മുടെ നാട്ടിലെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സാന്ത്വന പരിപാലന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, തന്നെ സമീപിക്കുന്ന എല്ലാ മനുഷ്യരെയും സഹായിക്കുന്നതിന് വേണ്ടി നീക്കിവെക്കുന്ന സവിശേഷമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണോ സ്നേഹസമ്പന്നനായ സേതുമുഖയെ ആദരിക്കാൻ KHRA കൈക്കൊണ്ട തീരുമാനം സാർത്ഥകമാണോ? അദ്ദേഹത്തിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാവർക്കും വേണ്ടി ഈ സന്ദർഭത്തിൽ നേരുന്നു. മറ്റൊന്ന് ഞാനിവിടെ കണ്ട ഒരു സവിശേഷത, KHRA സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും ജനകീയവും ഏറ്റവും മനുഷ്യത്വപരവും ഏറ്റവും കരുണാർദ്രവുമായ ഒരു പദ്ധതിയാണ് KHRAയുടെ സുരക്ഷാ പദ്ധതി എന്ന് നാമകരണം ചെയ്തിട്ടുള്ള KHRA സുരക്ഷാ പദ്ധതി എന്ന് നാമകരണം ചെയ്തിട്ടുള്ള പദ്ധതിയാണ്. ഒരു 3000-ഓളം രൂപ പദ്ധതിയിലേക്ക് നിക്ഷേപിച്ചാൽ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു ദുരന്തത്തിന്റെ മുന്നിലും ചേർത്ത് പിടിക്കാൻ, കൈത്താങ്ങാകാൻ, ആശ്രയമാകാൻ കരുണാർദ്രമായ ഈ പദ്ധതി കൊണ്ട് KHRA മുന്നോട്ട് വരുന്നു. അഥവാ KHRAയുടെ വ്യവസായികളായ അംഗങ്ങൾക്ക് മാത്രമല്ല, KHRAയുടെ വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് കൂടി ഈ പദ്ധതിയുടെ സംരക്ഷിത വലയം തീർക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഈ സവിശേഷമായ മാതൃകയെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭത്തെ ഞാൻ പ്രയോജനപ്പെടുത്തുന്നു. എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടുകൂടിയ അഭിനന്ദനങ്ങൾ നേരുന്നു. മറ്റൊരു കാര്യം, ഇന്നിവിടെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് സമ്മാനം നൽകാൻ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ എല്ലാവർക്കും കൈ നിറയെ നോട്ട് പുസ്തകവും ബാഗും കുടയും ചോറ്റുപാത്രവും ഒക്കെയായി മനസ്സ് നിറഞ്ഞ് ഇവിടെ നിന്ന് പോകുവാൻ KHRA വേദിയൊരുക്കുന്നു എന്നുള്ളതാണ്. അതാണ് KHRAയുടെ പ്രത്യേകത. KHRAയുടെ പ്രവർത്തനം പെരുമ്പാവൂരിൽ ആരംഭിക്കുമ്പോൾ അന്ന് ശ്രീ G ജയപാലന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കമ്മിറ്റി ഈ നാട്ടിൽ സംഘടിപ്പിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ സാമൂഹ്യ ശ്രദ്ധയാകർഷിക്കുന്ന പ്രവർത്തനങ്ങളെ എണ്ണി പറയുവാൻ നമുക്ക് കഴിയും. ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുള്ള സവിശേഷമായ മുഹൂർത്തങ്ങളിൽ, സാമൂഹ്യ ജീവിതത്തിലെ സവിശേഷമായ മുഹൂർത്തങ്ങളിൽ ഒന്നാണ് സമ്പൂർണമായ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ഒരു കാലം. അധികമായിട്ടില്ല. ഒരു 3-4 കൊല്ലങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ എല്ലാവരുടെയും രക്ഷിതാക്കളുടെ ഓർമ്മയിൽ ഉണ്ടാകും. അന്ന് പെരുമ്പാവൂരിൽ ഒരു ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥ ലോക്ക്ഡൌൺ ബാധകമായിരിക്കുന്ന സന്ദർഭത്തിൽ വിശപ്പകറ്റാൻ വേണ്ടി തുറന്നു വെക്കുന്ന ഏറ്റവും മനുഷ്യത്വപരമായ തീരുമാനം കൈക്കൊണ്ടു. ആ സ്ഥാപനത്തിന്റെ ഉടമ KHRAയുടെ ആരാധനായ പ്രസിഡന്റ് ശ്രീ G ജയപാലാണോ എന്നത് പെരുമ്പാവൂരുകാർക്ക് അഭിമാനിക്കാവുന്ന വസ്തുതയാണ്. സമ്പൂർണമായ ലോക്ക്ഡൌൺ പെരുമ്പാവൂരിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ ഈ നഗരത്തിൽ ജീവിക്കുന്ന മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾ, ലോക്ക്ഡൌണിൽ അകപ്പെട്ടു പോയ രോഗാതുരരായ മനുഷ്യർ, കുടുംബാംഗങ്ങൾ, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ കഴിയാത്ത അവസ്ഥ. ആ ദിവസങ്ങളിൽ 21,000 മനുഷ്യർക്കാണ് ചോറ് പൊതികൾ വീട്ടിലെത്തിച്ചു കൊടുത്തുകൊണ്ട് KHRA ഉൾപ്പെടുന്ന ജനകീയ അടുക്കള ഏറ്റവും മനുഷ്യത്വപരമായ പ്രവർത്തനം പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ചത്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറാൻ
അവസരം കിട്ടിയ ഒരാളെന്ന നിലയിൽ നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങൾ ഏതെന്ന് നാളെ ഒരാൾ ചോദിച്ചാൽ നെഞ്ചോട് ചേർത്ത് വെച്ചു ഞാൻ പറയും, ആ ജനകീയ അടുക്കളയിൽ 21,000 മനുഷ്യ സ്നേഹികൾക്ക് വിശപ്പകറ്റാൻ ലോക്ക്ഡൌൺ കാലത്ത് ആഹാരം എത്തിച്ചു കൊടുത്ത ഏറ്റവും മഹനീയമായ പ്രവർത്തനമായിരുന്നു സാമൂഹ്യ ജീവിതത്തിന്റെ ഉൾക്കാമ്പ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇന്ന് ഈ സംസ്ഥാനം ഏറ്റവും വലിയ സമരത്തിലാണ്, വിലപ്പെട്ട സമരത്തിലാണ്. ആ സമരം ഒരു ജനതയുടെ ഭാവി തലമുറയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യമായ പ്രതിരോധം തീർക്കലാണ്. ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ വിസ്മയാവഹമായ കാലത്ത് നമ്മുടെ കുട്ടികൾ എന്തു നോക്കുന്നു, എന്തു വായിക്കുന്നു, എന്തു പഠിക്കുന്നു, എന്തു രുചിക്കുന്നു, എന്തു ചിന്തിക്കുന്നു, എപ്പോൾ ഉറങ്ങുന്നു, എപ്പോൾ എഴുന്നേൽക്കുന്നു, എപ്പോൾ ചിരിക്കുന്നു എന്നൊന്നും ചിന്തിക്കാൻ വേണ്ടത്ര സമയം എടുക്കാൻ കഴിയാത്ത രക്ഷകർത്താക്കളോടാണ് എന്റെ വിനീതമായ അഭിപ്രായം. നിങ്ങൾ അവരുടെ മൊബൈൽ നോക്കണം, നിങ്ങൾ അവരുടെ പാഠപുസ്തകത്തിന്റെ താളുകൾ മറിച്ചു നോക്കണം, നിങ്ങൾ അവരുടെ ബാഗ് തുറന്നു നോക്കണം, നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കണം, നിങ്ങൾ അവരെ മോനെ മോളെ എന്ന് വിളിക്കണം, നിങ്ങൾ അവരെ ചേർത്ത് പിടിച്ച് അവരുടെ കണ്ണുകളിലെ പ്രകാശത്തിന് എപ്പോഴെങ്കിലും എന്തിന്റെയെങ്കിലും പേരിൽ നനവുകൾ ഉണ്ടാകുന്നുണ്ടോ, പ്രകാശം കുറയുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. നമ്മുടെ മക്കളെ ചങ്ങലക്കണ്ണിയിലാക്കാൻ വ്യഗ്രതം കൊണ്ട് ആർത്തി കൊണ്ടുവരുന്ന ഹിംസാത്മകതയുടെ പര്യായമായ രാസലഹരിക്കെതിരായി ഒരു സംസ്ഥാനം ഒന്നടങ്കം പൊരുതുമ്പോ നമ്മളെല്ലാവരും നമ്മുടെ തലമുറയെ സംരക്ഷിക്കാൻ, പുതിയ തലമുറയെ സംരക്ഷിക്കാൻ ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ പോരാളികളായി മാറിക്കൊണ്ട് നമ്മുടെ മക്കളുടെ ജീവനും ജീവിതത്തെയും കൊത്തിപ്പറന്ന് കടന്നു പോകാൻ ഒരു കടൽക്കാക്കകളെയും ഒരു കഴുകന്മാരെയും നാം അനുവദിക്കില്ല എന്ന ലഹരി വിമുക്ത പ്രതിജ്ഞ കൂടി KHRI ഉൾപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ, നമ്മുടെ രക്ഷകർത്താക്കൾ, നമ്മുടെ പിഞ്ചുമക്കളെ കരുതിക്കൊണ്ട് നിശ്ചയമായും അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം ഈ അക്കാദമിക് വർഷത്തിൽ നമ്മുടെ സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക് നാം കടന്നു പോകാൻ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് KHRIയുടെ ഈ മനോഹരമായ മനുഷ്യ കൂട്ടായ്മയിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള ചാരിതാർത്ഥ്യം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് പുതിയ അധ്യയന വർഷത്തിൽ പുതിയ വസ്ത്രങ്ങളായി, പുതിയ കുടകളായി, പുതിയ ബാഗുകളായി, പുതിയ നോട്ട് പുസ്തകങ്ങളായി, പുതിയ പ്രതീക്ഷകളായി രക്ഷകർത്താക്കളുടെ കൈപിടിച്ച് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട ഓരോ മക്കൾക്കും എല്ലാ വിധത്തിലുമുള്ള നന്മകളും വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ പറയാൻ പോകുന്ന ബഹുമാനപ്പെട്ട MLA ചെയർമാനും ഒട്ടേറെ കൗൺസിലർമാരെയും ഒരുമിച്ച് കിട്ടുമ്പോൾ ഒരു വ്യാപാരി എന്ന രീതിയിൽ പെരുമ്പാവൂരിലെ വ്യാപാരികളുടെ, പ്രത്യേകിച്ച് ഹോട്ടലുടമകളുടെ ചില ബുദ്ധിമുട്ടുകൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ്. കാരണം നാളെയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പറ്റി എല്ലാവരും പ്രതിപാദിച്ചു കഴിഞ്ഞു. നാളെയും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഇവിടെ വ്യാപാരികൾ വേണം, ഹോട്ടലുകാർ വേണം. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പല നിയമ സംവിധാനങ്ങളും വ്യാപാര സമൂഹത്തിലും, അതിന് പ്രത്യേകിച്ച് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് നയങ്ങളുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഞെക്കിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ വ്യാപാര സമൂഹം വലിയൊരു പ്രതിസന്ധി നേരിടുമ്പോൾ സംസ്ഥാന പ്രസിഡന്റ് യൂണിറ്റിൽ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ എങ്ങനെ സമരം ചെയ്യണേ? കേരളത്തിലെ ഏതാണ്ട് 60% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലൈസൻസ് പുതുക്കി കൊടുക്കുകയും ആ നിയമം, അതേ നിയമത്തിന്റെ വെളിച്ചത്തിൽ 40% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലൈസൻസ് പുതുക്കി കൊടുക്കാതിരിക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം മുഖാമുഖം പരിപാടിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി നേരിട്ട് തന്നെ നമ്മുടെ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തി. അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളാണ്. രണ്ടും ഞാൻ നിങ്ങളോട് പറയാം. ബഹുമാനപ്പെട്ട ചെയർമാൻ MLA കേൾക്കണമല്ലോ. അദ്ദേഹം പറഞ്ഞ 2 കാര്യത്തിൽ ആദ്യത്തേത് കാലത്തിനൊത്ത് മാറണം എന്നായിരുന്നു. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മന്ത്രിയോട് നമ്മളത് പറയുകയും ചെയ്തു. കാലത്തിനൊത്ത് മാറാൻ ഇവിടുത്തെ വ്യാപാര സമൂഹം, പ്രത്യേകിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള KHRI എന്ന് പറയുന്ന ഹോട്ടൽ വിഭാഗം കാലത്തിനൊത്ത് മാറാൻ 100% തയ്യാറാണ്. അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് പെരുമ്പാവൂരിലാണ് കേരളത്തിൽ ആദ്യത്തെ ഒരു പ്ലാന്റ് വരാൻ പോകുന്നത്. അതായത് മാലിന്യത്തിൽ നിന്ന്, മാലിന്യം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾക്കറിയാം, ഭക്ഷണ മാലിന്യത്തിൽ നിന്ന് പെറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി പെരുമ്പാവൂരിൽ വരാൻ പോവാണ്. അതിന്റെ പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്ഥാപനം നിലനിന്നതാണല്ലോ, ലൈസൻസ് കിട്ടിയാലാണല്ലോ സ്ഥാപനം നിലനിൽക്കുള്ളൂ. 3 മാസത്തേക്ക് ബഹുമാനപ്പെട്ട മന്ത്രി ലൈസൻസ് നീട്ടിയതായിട്ട് പ്രഖ്യാപിച്ചു.
പക്ഷെ ഓർഡർ ഇറങ്ങാത്തതുകൊണ്ട് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഫൈൻ വാങ്ങിച്ചു. കഴിഞ്ഞ ദിവസം നേരിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് മിശ്രയുടെ അടുത്ത് നേരിട്ട് പോയി സംസാരിച്ച് അദ്ദേഹം അപ്പൊ തന്നെ ഓർഡർ ഇറക്കാൻ പറ്റും. അത് അദ്ദേഹത്തിന് പറ്റിയൊരു തെറ്റാണ്. കാരണം അദ്ദേഹം പറഞ്ഞെങ്കിൽ ഉദ്യോഗസ്ഥന്മാരത് ഓർഡറായിട്ട് ഇറക്കിയില്ലായിരുന്നു. ജൂൺ മാസം വരെ നീട്ടിയിട്ടുണ്ട്. എനിക്ക് ബഹുമാനപ്പെട്ട MLA-യോടും ചെയർമാനോടും ഒക്കെ പറയാനുള്ളത്, ഇത്രയേറെ കൗൺസിലർമാരുണ്ട്, ലൈസൻസ് പുതുക്കി നൽകുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം. എന്നോട് ചെയർമാൻ നേരിട്ട് വിളിച്ച് പറഞ്ഞിരുന്നു, ചില നിയമത്തിന്റെ നൂലാമാലകളാണ് ബഹുമാനപ്പെട്ട സെക്രട്ടറി ലൈസൻസ് പുതുക്കി കൊടുക്കാത്തതെങ്കിൽ കേരളത്തിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ലൈസൻസ് പുതുക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികൾ വ്യാപാര സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടി ജനപ്രതിനിധികളാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഈ ആവശ്യം നിറവേറ്റി തരണമെന്ന് ഏറ്റവും വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ആശംസാ പ്രസംഗത്തിനായിട്ട് ശ്രീ ടി ജവഹർ കൗൺസിലറെ സാധനം ക്ഷണിക്കുന്നു. ഏറ്റവും സന്തോഷമുണ്ട് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. കാരണം നമുക്കറിയാം, സംഘടനാ രംഗത്തും ആതുര സേവന രംഗത്തുമെല്ലാം സമാനതകളില്ലാത്ത ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. മുൻ പ്രാസംഗികരൊക്കെ പറഞ്ഞു, അധികമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. നമുക്കറിയാം, ഇതിന്റെ സ്ഥാപക നേതാവിനെ എല്ലാ വർഷവും ആദരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ചാരിറ്റി പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും ഏറ്റവും ഭംഗിയായ രീതിയിൽ നടത്തപ്പെടുന്നു. കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, വിദ്യാഭ്യാസ പഠന ഉപകരണങ്ങൾ, പ്രായമായവർക്ക് കമ്പിളി പുതപ്പുകൾ, അങ്ങനെ ഏറ്റവും മാതൃകാപരമായ രീതിയിൽ. തീർച്ചയായിട്ടും ഞാൻ ഒന്നുകൂടി പറയുകയാണ്, സമാനതകളില്ലാത്ത ഒരു അസോസിയേഷൻ തന്നെയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങളിലും ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ ഇതിനു മുമ്പും കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിലെല്ലാം ഉപരിയായിട്ട് നമ്മളുടെ പെരുമ്പാവൂർ സ്വദേശിയായ ശ്രീ ജയപാലാണ് അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. ഏറ്റവും സന്തോഷമുണ്ട്. അദ്ദേഹം ഈ പെരുമ്പാവൂരിൽ നിന്നും സംഘടനാ പ്രവർത്തനം തുടങ്ങി ഇന്ന് ഈ സംസ്ഥാന അധ്യക്ഷൻ പദവി വരെ എത്തിയിരിക്കുകയാണ്. തീർച്ചയായും കഠിന അധ്വാനവും അർപ്പണ മനോഭാവവും അദ്ദേഹത്തിന്റെ ആ സേവന മനോഭാവവും ഒക്കെ കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വിവരങ്ങളിൽ എത്താൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അത് അസോസിയേഷൻ ഏറ്റവും മുതൽക്കൂട്ടാണ്. ഈ അസോസിയേഷന്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എല്ലാ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് നമ്മൾ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഹോട്ടൽ ഉടമകളുടെ കുട്ടികളെ ആദരിക്കുന്നതാണ്. ആദ്യമായിട്ട് BSc കെമിസ്ട്രിക്ക് 3rd റാങ്ക്, സംസ്ഥാന തലത്തിൽ 3rd റാങ്ക് കിട്ടിയ നമ്മുടെ പോത്താനിക്കാട് യൂണിറ്റിന്റെ സെക്രട്ടറി ജലാലിന്റെ, സെക്രട്ടറിയിലെ പ്രസിഡന്റ് ജലാലിന്റെ മകന്റെ ഭാര്യയാണ്. ഈയിടയ്ക്കാണ് കല്യാണം കഴിഞ്ഞത്. സുനിയാമോ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൊടുക്കുന്നതിനായിട്ട് ചെയർമാനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ചെയർമാൻ. അടുത്തായിട്ട് SSLCക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഹോട്ടൽ ഉടമകളുടെ കുട്ടികളെ ബഹുമാനപ്പെട്ട മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് NC മോഹനൻ അവർ ആദരിക്കുന്നു. വൈഗ മനോജ്, ഹല അഫ്രീൻ സാദിഖ്, ആഷിഖ് അഷ്റഫ്, നേഹ ഇസർ, ഹാദിയ സീവി, അനൻ ഫാത്തിമ, ഐറിൻ വർഗീസ്,